ചെല്ലമ്മ. ഹലോ ഹലോ നോക്കി നിൽക്കാതെ എന്താ താമസം? പെട്ടെന്നാവട്ടാ. പെട്ടെന്നാവട്ടാ. എന്താണ് നോക്കിയിരിക്കുന്നത്? അവൻ എന്റെ ഫ്രണ്ടാ. ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഒരു കാർ അടിച്ചു. എന്റെ ഫോണും തട്ടിപ്പറിച്ചു. അവനാ മാമ. അടിക്കും മാമ. നല്ല നാടൻ തല്ല് കാണണമെങ്കിൽ കണ്ടോ. ഫോൺ ചെയ്ത് വരാൻ പറയണം നിന്റെ സദാചാര നായകനോട്. അങ്ങനെ എന്താടാ ഒരു പെണ്ണും ആണും ഒരുമിച്ച് നിന്ന് ചിരിച്ച് സംസാരിച്ച അത് പ്രേമാവോടാ? നിനക്കൊക്കെ എന്റെ പെങ്ങളുടെ മോളുടെ കാര്യത്തിൽ എന്താ ഇത്ര താല്പര്യം? ജാതി വോട്ട് അതല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ പെൺകുട്ടികളെ കോളേജിൽ വിടുന്നത് കൂടെ പഠിക്കുന്ന ആൺകുട്ടികളെ വിശ്വസിച്ച നന്നായിട്ട് അവർ നോക്കിക്കോളും. അവരാരും നിങ്ങളെപ്പോലെ ചെറ്റകളല്ല. ജാതി വെച്ച് പാർട്ടി നടത്തുന്നവൻ, ജാതി വെച്ച് വ്യാപാരം നടത്തുന്നവൻ, ജാതി ഉള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ട് മാന്യന്മാരായിട്ട് നടക്കുന്നവൻ, നിന്നെയൊക്കെ തീ കൊളുത്തി കൊല്ലണം. പഠിച്ചവൻ തന്നെ. ഞാൻ പഠിക്കാത്തവന്. പഠിക്കാത്തവൻ തന്നെ. പോടോ. നീ വീട് വെക്കാം. നമ്മുടെ സമുദായക്കാർക്കിടയിൽ ഇപ്പോഴാണ് എനിക്കൊരു നല്ല പേര് കിട്ടി തുടങ്ങിയത്. അതാരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ 4-5 ടയർ, 10 കിലോ പഞ്ചസാര, 5 ലിറ്റർ പെട്രോൾ. എടാ, സോഡാ ബോട്ടിലിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. പേര് കണ്ണുക്കിനിയാണ്. ആഹാ, എത്ര സുന്ദരമായ തമിഴ് പേര്. അപ്പൊ എന്റെ പേര് ശിവകാമി ശെൽവൻ ചൈനീസിലാണോ എഴുതി വെച്ചിരിക്കുന്നത്? ഒറ്റ മോള, മുടിഞ്ഞ കാശും, കാറിൽ വേണമെങ്കിൽ വരാവുന്നോളാ. പക്ഷെ അവൾക്കൊന്നും ഇഷ്ടമല്ല, ബസ്സിലെ യാത്ര ചെയ്യൂ. എളിമയുള്ളവരെ അവൾക്ക് പിടിക്കൂ. എനിക്ക് പിടിച്ചതേ അതുകൊണ്ടല്ലേ. നീ എന്താ ചിരിക്കുന്നേ? അല്ല, ആ പെണ്ണിന്റെ ലക്ഷണം അവളുടെ മുഖത്ത് നോക്കിയപ്പോ തന്നെ മനസ്സിലായത്. അത് ഞാൻ കണ്ടുപിടിച്ചത് നോക്കി. എടാ, നീ ഒരു ഗോഗിളാടാ, ഗോഗിള്. ഗൂഗിൾ. ഓ, അങ്ങനെയാണോ? അപ്പൊ ഒറ്റ പെണ്ണ. ഇനി റെസ്റ്റ് എടുക്കണമെങ്കിൽ അമ്മായിയപ്പന്റെ വീട്ടിൽ പോണോ എന്ന അർത്ഥം. ഒരു മുട്ടനാടിനെ മുഴുവനായി തിന്ന മാതിരി മൂരി നീർക്കുന്ന എന്താടാ? അല്ലച്ചാ, അച്ഛൻ പണ്ട് ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? നീ ഇതൊക്കെ ആരോടാ ചോദിക്കുന്നേ? എന്താടാ?